ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ ഇടിയപ്പവും കിഴങ്ങ് കറിയാണ് കഴിക്കാനുണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോൾക്ക് ഇന്ന് ക്ലാസ്സിന് പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മോള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി, ഞാനും അനുക്കുട്ടിയും കൂടെ. റോസപ്പൂ എല്ലാം കുഞ്ഞായിപ്പോയി. തുളസി അതിനകത്തൊക്കെ വെച്ച് മൊത്തം ആ തുളസിയും പിടിച്ച് അമ്മ അത് എല്ലാം പിടിക്കട്ടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പടിഞ്ഞാറ വീട്ടിലെ, അതായത് നമുക്ക് ഒരു പഴയ വീടുണ്ട് പടിഞ്ഞാറെ. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നിറയെ പുല്ലും ഒക്കെ പിടിച്ച് കിടക്കണേ, മൊത്തം കാടാണ്. അപ്പോൾ അവിടെ 2 പണിക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടായിയും മോനും കൂടെ, അവരച്ഛനും മോനും കൂടെ ഒന്ന് അവിടം വരെ പോവുകയാണേ. അപ്പോൾ അവർ പണിക്ക് നിന്നോ ഇല്ലയോ എന്നറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മോന് വർക്കുണ്ട്. അപ്പോൾ രാവിലെ അവിടെ പോയിട്ട് വന്നിട്ട് 10 മണിക്ക് കയറിയാൽ മതി. അപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ട് വേണം വർക്കിന് ഇരിക്കാനായിട്ട്. അങ്ങനെ അവരങ്ങോട്ട് പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചേട്ടായും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നൊരു പ്രത്യേക ദിവസം കൂടെയാണ് കേട്ടോ, ചേട്ടായിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് ഇന്ന് പോയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മീൻ വാങ്ങിയത് ചെറിയ മീൻതരം, പൊടിമീനില്ലേ, കരിനന്തൻ, ചൂടൻ എന്നൊക്കെ പറയും. അപ്പോൾ ചെറിയ മീൻതരായിരുന്നു. പിന്നെ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അരച്ചൂട്ട് കറിയും പിന്നെ ഒരു മുളക് കറിയായിട്ട് എടുക്കാം. മത്തി ഞാൻ മുളക് കറിയായിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ മുട്ടയുള്ള മത്തിയായിരുന്നു. അപ്പോൾ മുട്ട വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇത് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് കൂടി ഇട്ടേക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫോൺ എടുത്ത് സ്റ്റുഡിയോയിൽ നോക്കും ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പുളിയും ഉപ്പും എല്ലാം ഒക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചക്ക തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതായിരുന്നു. രാവിലെ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മോര് കാച്ചിതിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് പോയിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സപ്പോർട്ടിക്കയില്ലേ, അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ച് എൻ്റെ ബാക്കി ഇരുന്നെടുത്ത് ഞാനെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുക്കുട്ടിക്ക് സപ്പോർട്ടിക്ക ഇഷ്ടമല്ല. അപ്പോൾ കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമില്ലെന്ന്. അപ്പോൾ മോന് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് ക്ലാസ്സിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി മുളക് കറിയും പിന്നെ മത്തിയുടെ മുട്ടയില്ലേ, അതാണ് ഞാനത് ഫ്രൈ ആക്കാനൊക്കെ വെച്ചിരുന്നത്. പിന്നെ നേരത്തെ മേടിച്ചതെന്ന് വെച്ചാൽ അത് നമുക്ക് വൈകിട്ടത്തൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. ഞാനത് അരച്ചുകൂട്ട് കറിയായിട്ട് തന്നെ എടുത്തതായിരുന്നു. പിന്നെ പച്ചക്ക തോരൻ, അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണിനുള്ളതൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ടാണ് പിന്നെ തുണിയൊക്കെ ഒന്ന് വിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മഴ വരുമ്പോൾ എടുത്തുകൊണ്ട് ഇടും, പിന്നെ വെയിലറിക്കുമ്പോൾ കൊണ്ടുവന്ന് ഇടും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഇവിടെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ കാര്യമൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് വെയിലറിച്ച് നിന്നിട്ട് പെട്ടെന്നാണ് ഒരു മഴ. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് ഓടി വന്ന് എടുത്തുകൊണ്ട് പോയി ഇടും. പിന്നെ വെയിലറിക്കുന്ന സമയത്ത് കൊണ്ടുവിരിക്കും. 2 പേരെന്തായാലും വേണം. ഒരാളിന് ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചെന്നേ മഴ വീഴുന്നതിന് മുമ്പേ ഈ തുണികളെല്ലാം നനഞ്ഞു കഴിയും. അപ്പോൾ ഇത് സ്ഥിരം എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തണോ വേണ്ടിയോ എന്നൊക്കെ ഞാൻ ആലോചിക്കും. നിങ്ങൾ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലേ, ഇഷ്ടമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തുണി വിരിക്കേണ്ട വീഡിയോയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയണോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരു കമൻറ്റ് ഇതുവരെയും വരാത്തത് കൊണ്ട് എല്ലാവർക്കും അത് കാണാൻ ചിലപ്പോൾ ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിലെ ഈ ജോലികളൊക്കെ ചെയ്യുന്ന കാണാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞില്ലേ, ചേട്ടായിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, നമ്മളൊരു സേമിയ പായസം വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പായസം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന്, ഇവിടെ മുന്തിരിങ്ങ ഇടുന്നത് ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് വറുത്തെടുത്തത്. അണ്ടിപ്പരിപ്പാണെങ്കിൽ അധികം ഇടിക്കത്തുമില്ല, ഒരുപാടൊന്നും പായസത്തിലിടുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചേ ഇട്ടിട്ടുള്ളായിരുന്നു. അങ്ങനെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആദ്യം എടുത്തിട്ടില്ലായിരുന്നു. പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്.
അപ്പോൾ പായസം വൈകുന്നേരമാണ് വെക്കണമെങ്കിൽ പിന്നെ അപ്പോൾ മോള് വൈകിട്ടല്ലേ ക്ലാസ്സും കഴിഞ്ഞ് വരുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചൂടോട് കൂടി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് പിന്നെ ഉച്ചയ്ക്ക് വെക്കാതെ കണ്ട് വൈകുന്നേരം തന്നെ പായസം വെച്ചത്. പിന്നെ നമ്മുടെ അടുത്ത് ഇവിടെ വീടുകളിൽ കൊടുക്കണം. അങ്ങനെ പായസമൊക്കെ റെഡിയായി. ഞാൻ എല്ലാം ഒഴിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ചേട്ടായിക്ക് ആദ്യം കൊണ്ട് കൊടുത്തു, പിന്നെ മോനും ഞങ്ങളെല്ലാവരും കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണെന്ന് അവിടെ പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, സൂപ്പറാണെന്നാണ് ഞാൻ പറഞ്ഞത്. അനുക്കുട്ടിയോടാണ് ഞാൻ പറഞ്ഞത്. അനുക്കുട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് പായസം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടേ, കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ട് കഴിച്ചു നോക്കിയാണേ. പിന്നെ പായസം ചൂടോടുകൂടി തന്നെ ഞാൻ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പായസം എപ്പോഴും നമ്മൾ ചൂടോട് കുടിക്കുന്നതാണല്ലോ നല്ലത്. തണുത്ത് പോയി നമുക്കൊരു കുടിക്കാനൊരു സുഖം കിട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും ചൂടോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛനും മോനും കൂടെ ഇരുന്ന് പായസം കുടിക്കണേ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ മോൻ്റെ വർക്ക് 6 മണിക്കേ കഴിയുള്ളൂ. 6 മണിക്ക് ശേഷം നമുക്ക് പടിഞ്ഞാറ് വീട്ടിലൊന്ന് പോകണം. അവിടെ പണിക്കാർ 2 പേരും നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ പോയി കഴിച്ചോളും. നമുക്ക് ഇത്രയും അകലം ഉള്ളതുകൊണ്ട് നമ്മളൊന്നും കൊണ്ടുവന്ന് കൊടുക്കണ്ട. വൈകുന്നേരം അതിനനുസരിച്ച് കാശ് കൊടുത്താൽ മതി. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ ഇനി വൈകിട്ടത്തൊക്കെ എനിക്ക് ജോലികളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഉച്ചയ്ക്ക് കറികളൊക്കെ വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. വൈകിട്ടും കൂടെ കണക്കാക്കിയായിരുന്നു കറി ഉണ്ടാക്കിയത്. പിന്നെ ചോറ് കുറവാണ്, അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇനി പണികളൊന്നും ഇല്ല. അപ്പോൾ മോള് വരാനൊക്കെ ടൈമായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ കൂട്ടുകാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാൻ കുറച്ച് ലേറ്റാകുമെന്ന് കരുതി പരിഭവിക്കേണ്ട കേട്ടോ. ഞാൻ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ വന്ന് കണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.